ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12 ചാപ്റ്റർ 3 ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് 9 വീഡിയോ ആണ് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂവൽ സെല്ലാണ്. അപ്പോൾ രണ്ട് വീഡിയോസിലായിട്ട് നമ്മൾ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും പറഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറി ഓഫ് സെല്ലാണ് ഫ്യൂവൽ സെൽ. സോ ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ എനർജി പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ ഇസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. പ്രത്യേകിച്ചൊന്നുമില്ല, ഫ്യൂവൽ കമ്പസ്റ്റ് ആവുന്നു, എനർജി റിലീസ് ആവില്ല. ഫ്യൂവൽ കത്തിക്കുമ്പോൾ എന്തുണ്ടാവും? എനർജി റിലീസാവും. അപ്പോൾ അതിനെ ഡയറക്റ്റ്ലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. എനർജീനെ വേസ്റ്റ് ചെയ്യാണ്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണിത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ സെൽ ആണ് H2O2 ഫ്യൂവൽ സെൽ. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ സെല്ലാണെന്ത്? H2O2 ഫ്യൂവൽ സെൽ. മറക്കരുതേ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അവർക്ക് എത്രയൊന്നും വേണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ അറിഞ്ഞിരിക്കാം അവർക്ക് 200 kg ഓഫ് ഫ്യൂവൽ മാത്രമേ 11 ദിവസങ്ങൾക്കായിട്ട് വേണ്ടൂ. ഓക്കെ, അപ്പോൾ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളമാണ്. അത് ആ ആസ്ട്രോനോട്ട്സിന് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ ചിന്ന ചിന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ സെല്ല് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം, അത് വരയ്ക്കാൻ പറയും. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഓക്സിജൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണല്ലോ. അതിനെ പറ്റി പറഞ്ഞുതരാം. ഓക്സിജൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ നമുക്ക് ഒരു പോറസ് ആയിട്ടുള്ള ഗ്രഫൈറ്റ് ഉണ്ടാവും. പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾസ് ഉണ്ടാവും. ഓക്കെ, ഹോൾസ് ഉള്ള ഗ്രഫൈറ്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ ഈ കാണുന്നത്. ദേ ഇവിടെ കാണുന്നതാണ് ഈ പോറസ് ആയിട്ടുള്ള ഗ്രഫൈറ്റ് ഇലക്ട്രോഡ്. കാർബൺ ഗ്രഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് കാർബൺ. അതുണ്ടാവും. അതിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ഉണ്ടാവും, പ്ലാറ്റിനം അല്ലെങ്കിൽ പെലേഡിയം. ഓക്കെ, പ്ലാറ്റിനം അല്ലെങ്കിൽ പെലേഡിയം കാറ്റലിസ്റ്റ് ഉണ്ടാവും, മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പീഡപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഈ ചേമ്പറിൽ എന്തുണ്ട്? 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒരു കമ്പാർട്ട്മെൻറ്റിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യിപ്പിക്കും. ആ കമ്പാർട്ട്മെൻറ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിലൂടെ ആര് പാസ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യും. കണ്ടോ, ഇതിൽ കൂടെയാണ് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ്, മനസ്സിലായോ? ഇനി അത് വേറൊരു കമ്പാർട്ട്മെൻറ്റിലൂടെ ഓക്സിജൻ പാസ് ചെയ്യും. ഇതാണ് ഓക്സിജൻ പാസ് ചെയ്യുന്ന കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇനി ഇലക്ട്രോലൈറ്റാണ് അടുത്തത് പറയാൻ പോണത്. ആ ഇലക്ട്രോലൈറ്റ് മിഡിൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ടാവുക. ഈ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റാണ് മിഡിൽ കമ്പാർട്ട്മെൻറ്റ്. അവിടെയാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവുക. അവിടെയുള്ള ഇലക്ട്രോലൈറ്റ് എന്താണ്? അക്വസ് NaOH ആണ്. അപ്പോൾ ഇത് നമ്മുടെ ആനോഡാണ് കേട്ടോ. ഇത് നമ്മുടെ ആനോഡ്. ഈ ബ്ലൂ കളറിൽ കാണുന്നത് ഗ്രഫൈറ്റ് ആൻഡ് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് എന്ത് പറഞ്ഞാൽ അക്വസ് ആയിട്ടുള്ള NaOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, കാഥോഡായി, ആനോഡായി, ഇലക്ട്രോലൈറ്റായി, 3 കമ്പാർട്ട്മെൻറ്റിനെ പറ്റി പറഞ്ഞു. ആനോഡ് എന്ന് പറഞ്ഞ കമ്പാർട്ട്മെൻറ്റിലൂടെ ഹൈഡ്രജനാണ് പോകുന്നത്. ആനോഡ് വരെ ഇങ്ങനെ ബൗണ്ടറി ആയിട്ട് വെച്ചിരിക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റിലൂടെ ഹൈഡ്രജനാണ് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ്, അതായത് കാഥോഡ് ബൗണ്ടറി ആയിട്ട് വെച്ചിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റാണ് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റ്. അതിലൂടെ ഓക്സിജനാണ് കടന്നു പോകുന്നത്. ആൻഡ് മിഡിൽ കമ്പാർട്ട്മെൻറ്റ്, മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ റിയാക്ഷൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ആരാളുള്ളത്? H2 ആണുള്ളത്. ഹൈഡ്രജനാണല്ലോ ആനോഡിൽ കൂടെ പാസ് ചെയ്യുന്നത്. ആനോഡ് കമ്പാർട്ട്മെൻറ്റാണ് ഫസ്റ്റത്തെ, കാഥോഡ് കമ്പാർട്ട്മെൻറ്റാണ് സെക്കൻഡ്, ഇലക്ട്രോലൈറ്റ് കമ്പാർട്ട്മെൻറ്റാണ് മൂന്നാമത്തേന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഫസ്റ്റ് ആനോഡിൽ ഹൈഡ്രജനാണ്. സോ ഹൈഡ്രജൻ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? ഇലക്ട്രോലൈറ്റിൽ എന്താ ഉള്ളത്? അക്വസ് NaOH ആണ്. അപ്പോൾ Na+ എന്നും OH- എന്നും എഴുതിക്കൂടെ? അപ്പോൾ നമ്മൾ ആനോഡായ കാരണം ഇലക്ട്രോലൈറ്റിൽ OH- നെഗറ്റീവ് ആളെല്ലാം എടുക്കുക. അപ്പോൾ 2OH- ഇതെടുത്തു. ഇനി എന്ത് ഫോം ചെയ്തു? അത് 2 വെള്ളം ഫോം ചെയ്തു, പ്ലസ് 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു അല്ലേ. ഇവിടെ ടോട്ടലി 4 ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ 2 ഓക്സിജനും ഉണ്ട്, പിന്നെ 2 ഇലക്ട്രോൺ വരുമല്ലോ, അതാണ് ഇങ്ങനെ എഴുതിയത്. ഇനി അടുത്തത് കാഥോഡ്. കാഥോഡിക് സൈഡിൽ നമുക്ക് ഓക്സിജനാണുള്ളത് അല്ലേ. കാഥോഡ് കമ്പാർട്ട്മെൻറ്റിൽ ഓക്സിജനാണല്ലോ പാസ് ചെയ്യുന്നത്. അവർ ഇലക്ട്രോൺസിനെ വാങ്ങുകയാണ് ചെയ്യുക. സോ ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഇലക്ട്രോൺ വേണ്ടി വരും. 4 ഇലക്ട്രോൺ പ്ലസ് വെള്ളം എടുക്കുക, 2 H2. ഓക്കെ, അപ്പോൾ ഇതിനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 OH- കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ റിയാക്ഷൻ എഴുതാം. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ എഴുതിയതിനെക്കാട്ടും മുമ്പ് നമുക്ക് ഈ ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആക്കണ്ടേ. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് റിയാക്ഷനെ
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ മാറും. ഇവിടെ 2H2 എന്നാവും, ഇവിടെ 4OH മൈനസ് എന്നാവും, ഇവിടെ 4H2O എന്നാവും, ഇവിടെ 4 ഇലക്ട്രോൺ എന്നാവും. കുറേ പേര് ക്യാൻസലായി പോകും. 4 ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ 4OH മൈനസ് 4OH മൈനസ് ക്യാൻസലാവും. ഇവിടെ 2 വാട്ടർ എന്നാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് ആൻസർ കിട്ടും? 2H2 + 1O2 ഗസ് 2H2. കണ്ടാ, അതാണ് നമ്മൾ പറഞ്ഞ വാട്ടർ ഫോം ആവുമെന്ന് പറഞ്ഞു. ഈ വാട്ടറാണ് എന്ത് ചെയ്യുക, ആസ്ട്രോനോട്ട്സ് കുടിക്കുക. ഓക്കെ, അപ്പോൾ നെറ്റ് റിയാക്ഷനിൽ എന്തുണ്ട്, ഹൈഡ്രജൻ ഓക്സിജൻ കൂടി കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിക്കുക കേട്ടോ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൊല്യൂഷൻ ഇല്ല, ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് എന്താ, വെള്ളമാണ്. ആ വെള്ളവും ആസ്ട്രോനോട്ട്സിന് യൂസ് ചെയ്യാം, വെറുതെ വേസ്റ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ പൊല്യൂഷൻ ഫ്രീ ആണ്. പിന്നെ ബൈ പ്രൊഡക്റ്റ് വാട്ടറാണ്, അത് ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാം. സോ അതൊരു പ്ലസ് പോയിൻ്റ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യും ആസ് ലോങ് ആസ് ദി സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ആർ ദെയർ. അതായത് നമ്മൾ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എത്ര കാലം ആ സപ്ലൈ ഉണ്ടോ അത്രയും കാലം അത് വർക്ക് ചെയ്യും. പിന്നെ തിയറിറ്റിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണ്. പ്രാക്ടിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി 80% വരുന്നുണ്ട്. സോ അതിൻ്റെ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ΔG/ΔH കൊടുത്താൽ മതി. അതായത് ഫ്രീ എനർജീൻ്റെ ഡിഫറൻസ് ബൈ എൻതാൽപ്പി ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്യൂൽ സെല്ല് വരുന്നുള്ളൂ.